ളുഹാ നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ അവനിക്ക് അല്ലാഹു ദാരിദ്ര്യത്തിൽ ബറക്കത്ത് നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ളുഹ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിയപ്പോ. ളുഹറല്ല കേട്ടോ, ളുഹ ഉണ്ടോ? ളുഹ അൽഹംദുലില്ലാ. സ്ഥിരം നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ കൈമുക്കും. ളുഹ നിസ്കാരം സ്ഥിരം നിസ്കരിക്കണവര് ഉണ്ടോ? ഉള്ളതാണ്. പടച്ചോൻ കുപ്പിയിലിട്ട് നരകത്തിൽ വിടും. സ്ഥിരം നിസ്കരിക്കണവര്, സ്ഥിരം ളുഹ എല്ലാ ദിവസവും ളുഹ നിസ്കരിക്കണവര് ഒരാൾ, രണ്ടാൾ, മൂന്നാൾ, നാലാൾ, പൊക്കിക്കപ്പ ഉണ്ടോ? ഇന്നുണ്ടോ? അഞ്ചാൾ. അള്ളാഹു ബർക്കത്ത് നൽകും. എന്തേ? ളുഹ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു ബർക്കത്ത് നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പുള്ള രണ്ട് വിഭാഗമുണ്ട്. ആരാ? അള്ളാഹുവിന്റെ കോടതിയിൽ തലയെടുപ്പുള്ള രണ്ട് വിഭാഗമുണ്ട്. ആശിഖദാരിനിയും പള്ളിയിലെ ഖത്തീബും പ്രസിഡന്റും ഹക്കീമും കമ്മിറ്റിക്കാരും ഒക്കെ ഇങ്ങനെ തലയിങ്ങനെ നിൽക്കുമ്പോ രണ്ട് വിഭാഗം ആളുകൾ പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോട് കൂടി കടന്നു വരും. ആരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ തലയെടുപ്പോടുകൂടി കടന്നു വരുന്ന രണ്ട് വിഭാഗമുണ്ട് മോനെ. അതിനൊന്നാമത്തെ വിഭാഗമാരോ എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമല്ലോ. കൊരങ്ങന്റെ രൂപത്തിലു, കഴുകന്റെ രൂപത്തിലു, കഴുതയുടെ രൂപത്തിലു, കൈയില്ലാതെ കാലില്ലാതെ മോശത്തരം എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തവരെല്ലാം പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വർഗം കിട്ടുമോ? നരകം കിട്ടുമോ? അദാബ് കിട്ടുമോ? നന്മ കിട്ടുമോ? ഹൗദുൽ കൗസർ കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് ചെമ്മിന്റെ തറയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിൽക്കുമ്പോ, അല്ലാഹുവേ സൂര്യന്റെ കീഴില് വിയർത്തൊലിച്ചുകൊണ്ട് നഗ്നരായി നിൽക്കുമ്പോ, അല്ലാഹുവേ രണ്ടുപേരെന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. അവരാരെന്നറിയോ? അവരുടെ പെടലിന്റെ പ്രിയപ്പെട്ടവരെ ഇസ്സത്തോടെ തലയെടുപ്പോട് കൂടെ നിൽക്കുകയാണ്. അവരുടെ മുഖമുണ്ടല്ലോ പ്രകാശിച്ചിരിക്കുകയാണ്. നമ്മളെന്റെ പ്രിയപ്പെട്ടവരെ മലായിക്കത്തുകളോട് ചോദിക്കുകയാണ്, അതാരാണ് അല്ലാഹ്? ഉടൻ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ മലക്കുകൾ അതാ പറയുകയാണ്, നമസ്കരിക്കുന്നവനാ